നിന്റെ മനസ്സിനകത്ത് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറയാമായിരുന്നില്ലേ? ഞങ്ങളത് നടത്തി തരായിരുന്നില്ലേ? ഓടി വളർന്നു. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് ഞാൻ ഇവനെ പിന്തിരിപ്പിച്ചേനെന്ന് പറയാനാ തുടങ്ങിയത്. ഈ ബന്ധത്തിന് എന്താ കുഴപ്പം? എന്തൊരു നല്ല ബന്ധം. എടീ, തറവാട്ടി പറഞ്ഞ പെണ്ണായിരുന്നെങ്കിൽ കല്യാണ ദിവസം ഒളിച്ചോടുമായിരുന്നോ? അപ്പൊ നമ്മുടെ മോനോ? ആണുങ്ങൾക്ക് എന്തു ആവാം. മാത്രമല്ല, പാലത്തെങ്കിൽ കുറുപ്പിന്റെ വീടുമായിട്ടൊരു ബന്ധത്തിന് വട്ടപ്പറമ്പ് ശ്രീധരൻ ഉണ്ണിത്താൻ എന്താണ് ഒരു യോഗ്യത? അടയും ചക്കരയും പോലെ ആയിരുന്നല്ലോ ഇത്ര നാളും. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധവും പ്രഖ്യാപിച്ചു. എന്താ കുഴപ്പണ്ട? ഇനി ഇതിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ യുദ്ധം വേണ്ട. എനിക്ക് ആരോടും പ്രേമമില്ല, ഞാൻ ഒളിച്ചോടിയിട്ടില്ല. പിന്നെ അവളുമായിട്ട് എന്തിനാ നീ സ്റ്റേഷനിൽ ചെന്നത്? അതെന്നോട് ചോദിക്കരുത്. കാര്യങ്ങൾ എത്രത്തോളമായ സ്ഥിതിക്ക് ഞാനൊന്ന് തീരുമാനിച്ചു. എന്റെ മോളെ കൊണ്ട് ഒളിച്ചോടിയത് ഏത് തെണ്ടിയുടെ മകനായാലും ശരി, അവനെ കൊണ്ട് തന്നെ കെട്ടിക്കുമെന്ന്. എന്നാ പിന്നെ എത്രയും പെട്ടെന്നതായിക്കൂടെ? അത് പറയാനാണല്ലോ ഇങ്ങോട്ട് വന്നത്. ആ അതെ, ഇനി ഒന്നും നോക്കാനില്ല കുറുപ്പേ. കൊച്ചുകുറുപ്പുമായി ഉടനെ വീട്ടിലെത്തുക, കെട്ടു നടത്തുക. അയ്യോ, എനിക്ക് എന്റെ വീട്ടുകാരും ബന്ധുക്കാരെയൊക്കെ ഒന്ന് അറിയിക്കണ്ടേ? ഓ, അതിനൊന്നും സമയമില്ല. കെട്ട് കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും കൂടെ വിരുന്നിന് പോയാ പോരെ? ആ അത് മതിയല്ലേ? പിന്നെ ധാരാളം മതി. എന്നാൽ അത് പോരാ. എനിക്കുള്ളത് ഒരേ ഒരു സന്തതിയാ. അവന്റെ കല്യാണം നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞ് അന്തസ്സും തറവാടിത്തമുള്ള കുടുംബത്തിൽ നിന്നായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഈ പറഞ്ഞതിന്റെ അർത്ഥം മുതലാളിക്ക് അന്തസ്സും തറവാടത്തും ഇല്ലാന്നല്ലേ? കണ്ടോ, ഇവന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഉണ്ണിത്താനെ നിശ്ചയിച്ച കല്യാണം മുടങ്ങിയപ്പോ തന്റെ മോളെ എന്റെ മോന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കണ്ട. കല്യാണം മുടങ്ങിയതിന് ഉത്തരവാദി തന്റെ മോല. എന്റെ മോളെ കണ്ണും കയ്യും കാണിച്ച് പ്രേമിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് പോയ സാക്ഷികളുണ്ട്. ആരാ സാക്ഷി? ദേ ഇവൻ തന്നെ പറഞ്ഞുകൊള്ളാ. ഞാൻ കണ്ടതാ. ഏത് കോടതിയിലും ഇവൻ ഈ സത്യം പറയും. എനിക്ക് വിശ്വാസമില്ല. 1000 രൂപ കൊടുത്തവൻ അത് മാറ്റി പറയും. ഒരിക്കലും 1000 രൂപയ്ക്ക് വേണ്ടി മാറ്റി പറയില്ല മുതലാളി. ഞാൻ കണ്ടോ, 1500 കിട്ടണം. ഓടാ. മോനെ, തീരുമാനം നിന്റെയാ. നീ സ്നേഹിച്ച പെണ്ണ അവള്. അങ്ങനെ ഒരു ബന്ധം ഞാനും സരസും തമ്മിലില്ല. കേട്ടില്ലേ? ഇനി എല്ലാവർക്കും പോവാലോ. തന്നെ പേടിച്ചാ ഇവനിങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ താൻ ഇവന്റെ മനസ്സ് മാറ്റിയെടുത്തതാ. എടാ മോനെ, നിന്നെ വിശ്വസിച്ചാ അവൾ ഇറങ്ങി പോകുന്നത്. അല്ല അല്ല, ഇനി സംസാരിച്ച് സമയം കളയണ്ട. ഉണ്ണിത്താൻ പോ. ഞാൻ പോവാ. പക്ഷെ ഒരു കാര്യം, എന്റെ മകൾക്കൊരു മംഗല്യമുണ്ടെങ്കിൽ അത് തന്റെ മകനുമായിട്ടായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഈ കല്യാണം ഞാൻ നടത്തും. ഉറപ്പാ. പാലത്തെങ്കിൽ കുറിപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നടക്കില്ല. ഉറപ്പ്. ഇത് കുറിപ്പിന്റെ ഉറപ്പല്ല, ഈ ഉണ്ണിത്താന്റെ വെല്ലുവിളിയാ. നോക്കിക്കോ. നീ എന്നെ എങ്ങനെ കുറ്റപ്പെടുത്തല്ലേ? ഞാൻ അവിടെ എത്തിയതാ. അവിടുത്തെ ബഹളം കണ്ടപ്പോ ഞാനാകെ പേടിച്ചു പോയടാ. ഉണ്ണിത്താനെക്കാട്ടിലും എന്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന കുറുപ്പിന്റെ മകനായ നിന്നോട് പെരുമാറിയത് ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ കാര്യം പറയണോ? ആ നിമിഷം തല്ലിക്കൊന്ന് റെയിൽവേ ട്രാക്കിൽ ഇട്ടേനെ. എന്തായാലും ആ കല്യാണം മുടങ്ങിയല്ലോ, സമാധാനമായി. നിന്നോട് എനിക്ക് നന്ദിയുണ്ടാ. നന്ദി? ഇപ്പൊ പുലിവാലി പിടിച്ചത് ഞാനാ. എന്റെ ജീവിതമല്ലേ തൊലഞ്ഞത്. ഞാൻ അവളെ പ്രേമിച്ച് വഞ്ചിച്ചു എന്ന് നാട് മുഴുവൻ പാട്ടാ. എല്ലാവരോടും സത്യം തുറന്ന് പറയാൻ പോവാ ഞാൻ. വേണ്ടടാ, അറിഞ്ഞ എന്നെ അറിയിക്കാതിരുന്ന നിന്റെ പെണ്ണെ ഞാൻ കെട്ടേണ്ടി വരും. എന്നെ കൊണ്ട് കെട്ടിക്കുന്ന വെല്ലുവിളിച്ചാ ഉണ്ണിത്താൻ പോയിരിക്കണേ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അയാളെ കെട്ടിക്കാൻ വരുമ്പോ ഞാനങ്ങോട്ട് നിന്നു കൊടുക്കല്ലേ. എന്താ നാണക്കേടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം? എല്ലാം ഒന്ന് കലങ്ങി തെളിയും വരെ എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ എന്ന് ആലോചിക്കാം. അത് നല്ലതാ. പക്ഷെ നിന്റെ അച്ഛൻ അച്ഛന്റെ സമ്മതം കിട്ടിയിട്ട് അക്കാര്യം ചിന്തിക്കേ വേണ്ട. പറയാതെ മുങ്ങ, അത്ര തന്നെ. ബാംഗ്ലൂർക്ക് വിട്ടാലോ? ബാംഗ്ലൂരോ? അവിടെ ആരാ ഉള്ളേ? ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് അനിയൻകുട്ടിയെ കുറിച്ച്. എന്റെ കൂടെ കോളേജിൽ പഠിച്ച. ഓ, കാർത്തിക്. അച്ഛനും അമ്മയും സ്റ്റേറ്റ്സ്. ഒരേ ഒരു മകൻ. സൂപ്പർ സെറ്റപ്പ്. മൊത്തത്തിൽ അവൻ അവിടെ അടിച്ചു പൊളിക്കാം. അപ്പച്ചൻ പോയ പിന്നെ ഭക്ഷണ ഹോട്ടലിൽ നിന്നാ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അപ്പച്ചനാ. എന്റെ ഓരോ ഗേൾ ഫ്രണ്ട്സിന്റെ ഫോൺ നമ്പർ അപ്പച്ചന് ബൈഹാത്താ. ഗേൾ ഫ്രണ്ട്സിന്റെ കാര്യത്തിലൊക്കെ അപ്പച്ചൻ ഇടപെടും. പിന്നെ സത്യത്തിൽ എന്റെ മിക്ക ലൈനുകളും ക്ലിയർ ആക്കി തരുന്ന അപ്പച്ചനാ. ഞങ്ങള് കൂട്ടുകാരെ പോലെ. നല്ല അപ്പച്ചൻ. അപ്പച്ചനായിരിക്കും. എവിടെയായിരുന്നു? അമ്മാവുക്ക് ഉഷാറില്ലേ? അതൊക്കെ ഞാൻ വെറുതെ ലേറ്റ് ആയിത്തു. എന്താടാ പറഞ്ഞേ? കന്നഡയാ. അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് ലേറ്റ് ആയെന്നാ പറഞ്ഞേ. ഈ പച്ചയാര്? കൊച്ചുകുറുപ്പ്. കൊച്ചുകുറുപ്പോ? അല്ല, സുഭാഷ് ചന്ദ്രബോസ്. ഓഹോ, ഒരുപാട് കേട്ടിട്ടുണ്ട്. വളരെ വലിയ മനുഷ്യനല്ലേ? പക്ഷേ ആ പേരെടുത്ത് ഇങ്ങോട്ട് തട്ടണ്ടായിരുന്നു. ഒട്ടും ചേരുന്നില്ല. എന്നാലും പരിചയപ്പെട്ട സന്തോഷം. പിന്നെ ഞാനില്ലാത്തതിന്റെ കുറവൊന്നും ഉണ്ടായില്ലല്ലോ.
അതത് സമയത്ത് എല്ലാ പെൺകുട്ടികളുടെ കാര്യവും ഡീൽ ചെയ്തില്ലേ? ഇവൻ വന്നേ പിന്നെ എന്റെ ചാർട്ടിങ് കംപ്ലീറ്റ് തെറ്റി. തെറ്റിയോ? എന്റെ സുഭാഷ് ചന്ദ്രബോസിന് ധാരാളം അപ്പോയിന്റ്മെന്റ്സ് ഉള്ള ആളായത്. 9 മണിക്ക് ലതിക, 10 മണിക്ക് മേഴ്സി, 10:30 ഗീതാ ഷെട്ടി, 10:45 മീനാ റെഡ്ഡി, 11 മണിക്ക് വീണ്ടും ലതിക. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്തില്ലെങ്കിൽ എല്ലാം പൊളി. ദേ ഇത് കണ്ടോ, ഓരോ പെൺപിള്ളേരുടെ നമ്പറുകളാ. ഇതൊക്കെ ഓർത്തോർത്ത് ഹാൻഡിൽ ചെയ്യാൻ ഇവന് ഞാൻ മാത്രമേ ഉള്ളൂ. ആ മേഴ്സി എടുത്തോ. ഹലോ മേഴ്സി. മേഴ്സിയോ? എനിക്ക് എന്റെ മേഴ്സിൽ അത് വേറെ ആരാ ഉള്ളത്? ഞാൻ ലതികയാ. ലതിക? അയ്യോ, ഞാൻ നിന്നെ മേഴ്സി എന്ന് വിളിച്ച മനഃപൂർവ്വ. മേഴ്സി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കരുണ. നീ കരുണുള്ളവളല്ലേ? ഞാൻ ഇനി മുതൽ നിന്നെ അങ്ങനെ വിളിക്കൂ. അല്ല, ഞാൻ നിന്നെ കരുണാന്ന് വിളിക്കണോ മേഴ്സി എന്ന് വിളിക്കണോ? മേഴ്സി. ഓക്കെ, ഇനി അങ്ങനെ വിളിക്കൂ. വെറും പഞ്ചാര വർത്തമാനമേ ഉള്ളൂ, ഒരു ഗുണവും ഇല്ല. Sure. ബാക്കിയുള്ളതിനൊന്ന് കൊത്താനും സമ്മതിക്കില്ല. Bye-bye. ഇതുപോലൊരു അപ്പച്ചനെ കിട്ടിയത് നിന്റെ ഭാഗ്യം. നിന്റെ അമ്മ രണ്ടാമത് കിട്ടിയതായി ക്രിസ്ത്യാനിയെ. ഇയാളെന്റെ അപ്പച്ചനൊന്നുമല്ല. അപ്പച്ചെന്നുള്ളത് ഇയാളുടെ പേരാ. കാറ്റും വെയിലും കൊള്ളാതെ ഇവനെ സംരക്ഷിക്കാനാ അമേരിക്കയിലെ തന്തയും തള്ള എന്നെ ഏർപ്പാടാക്കിയത്. ഇപ്പോഴിതാ സകല തരികിടയ്ക്ക് ഞാൻ ആ കൂട്ട്. എന്നെ ഇവൻ വളച്ചൊടിച്ച് ഇങ്ങനെ ആക്കിയതാ. ഇവന്റെ അച്ഛനെങ്ങാൻ ഇതൊക്കെ അറിഞ്ഞാ. എന്റെ കാര്യം അതിലും പ്രശ്നം. ആണോ? വീട്ടിൽ പറയാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഓഹോ. ഇന്നേ വരെ അച്ഛനും അമ്മയും പിരിഞ്ഞ് ഞാൻ നിന്നിട്ടില്ല. എടാ, എനിക്ക് വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യണം. അപ്പൊ നീ ഇവിടെ ഉണ്ടെന്ന് അറിയില്ലേ? അറിഞ്ഞാലും സാരമില്ല. അച്ഛൻ ഇപ്പൊ എന്നെ കാണാതെ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും. ഉണ്ണിത്താനെ ഇറങ്ങി വാടോ. അല്ല, ഇതാര് കുറിപ്പോ? അപ്പൊ തനിക്ക് വീണ്ടും വിചാരം ഉണ്ടായല്ലേ? എനിക്കറിയായിരുന്നടോ തന്റെ മോന് വേണ്ടി താൻ എന്റെ കാല് പിടിക്കാൻ വരുമെന്ന്. വാ, അകത്തോട്ടിരിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ തന്റെ സൽക്കാരം സ്വീകരിക്കാനും കാല് പിടിക്കാനും വന്നതല്ല. അല്ലേ പിന്നെ? എന്റെ മോനെ താൻ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? പറയടാ നാക്കി ഉണ്ണിത്താനെ. എന്റെ വീട്ടിൽ കയറുമെന്നാണ് ആവശ്യം പറഞ്ഞാൽ അടിച്ച് കാല് തല്ലി ഒടിക്കാൻ എനിക്കറിയാൻ കഴിഞ്ഞിട്ടല്ല. എന്റെ മോൻ അമ്മായിയച്ഛന്റെ കാല് തല്ലി ഒടിച്ചു എന്ന പദവി എനിക്ക് വേണ്ടാച്ചിട്ടാ. അയ്യടാ, ആ പൂജ അങ്ങ് മനസ്സിൽ വെച്ചാ മതി. മര്യാദയ്ക്ക് എന്നെ മോനെ വിട്ടു തരുന്നില്ലയോ? ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കരുത്. ഇവിടെ ചോദിക്കാനും പറഞ്ഞ ആണുങ്ങളുണ്ട്. തന്റെ മോനെ ഞങ്ങളെ മോളെ കൊണ്ട് പിടിച്ചങ്ങ് കെട്ടിച്ചു. താൻ എന്തോ ചെയ്യും? ഇതൊക്കെ പറഞ്ഞാ പോരെ, പ്രവർത്തിക്കുന്നു. പോടാ, അപ്പൊ കെട്ടിച്ചു കഴിഞ്ഞു അല്ലേ? അതെ, പിടിച്ചു കെട്ടിച്ചു. ഞാൻ രണ്ടുപേരെയും കാശ്മീരിലേക്ക് ഹണിമൂൺ അയച്ചിരിക്കുക. അത് കഴിഞ്ഞ് സ്വിറ്റ്സർലാൻഡ് വഴി ഉഗണ്ടായി ചെന്ന് പ്രസവമൊക്കെ കഴിഞ്ഞിട്ടേ വരൂ. താ കൊണ്ടുപോയി കേസ് കൊടുക്കും ഞാൻ. ഇതിന്റെ പേരിൽ ഉണ്ണിത്താൻ കോടതി വരാൻ കയറി ഇറങ്ങും. എന്റെ വീട് പണയം വെച്ചിട്ടായാലും ശരി, തന്നെ ഞാൻ അഴി എണ്ണിക്കും. നോക്കിക്കോ. പ്രേമിച്ചിട്ടില്ല, ഒളിച്ചോടിയതല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ നമ്മുടെ മുമ്പിൽ നാടകം കളിക്കായിരുന്നു. പ്രസവം ഉഗാണ്ടയിൽ വെച്ചാണെന്ന്. ഉഗാണ്ടയിലോ? അവനിപ്പോ എവിടെയുണ്ട്? അവൻ പോയിരിക്കാടി ഹണിമൂണിന് കാശ്മീരിലേക്ക്. നമുക്ക് പോലീസ് പരാതി കൊടുത്താലോ? ഹണിമൂണിന് കാശ്മീരിലേക്ക് പോയതിനോ? അതല്ല മനുഷ്യ, അവനെ കാണാനില്ലെന്നും പറഞ്ഞ്. ഹലോ അച്ഛാ, ഞാനാ. എടി അവനാ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. കഴിഞ്ഞു, ഉറപ്പായി. അവൻ മാപ്പ് പറയാ. നിങ്ങളിപ്പോ എവിടെയാ? കാശ്മീരിലാ? ഞാൻ ബാംഗ്ലൂരിന്നാ. ബാംഗ്ലൂരോ? ആ, ഹണിമൂണിന് പറ്റിയ സ്ഥലാ. അത് കഴിഞ്ഞ് ഉഗാണ്ടയിലേക്ക് എപ്പോഴാ? അച്ഛൻ ആരുടെ കാര്യം പറയുന്നത്? എന്നാലും ആ ഉണ്ണിത്താന്റെ മുമ്പിൽ നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ. ആട്ടെ, സരസുവിന് സുഖാണോ? സരസോ? അപ്പൊ സരസുവായിട്ടല്ലേ നീ പോയത്? സരസുവിനെ കെട്ടാതിരിക്കാനല്ലേ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അച്ഛന് വട്ട എന്നാ തോന്നുന്നു. ഞാൻ കേട്ടു, വട്ട് നിന്റെ തന്തയ്ക്കാടാ. സ്വന്തം മകന്റെ തന്തയ്ക്ക് വിളിക്കുന്ന തന്ത. അച്ഛാ, ഞാൻ അനിയൻകുട്ടിയാണ്. ദേ അവിടുന്ന് വേറൊരുത്തിന് അച്ഛാന്ന് വിളിക്കണു. നീ ആരാ മോനെ? ഏത് വകുപ്പാ? ഞാൻ കൊച്ചുറുപ്പിന്റെ സുഹൃത്താ, ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. എന്റെ വീട്ടിൽ ഇവൻ സുഖമായിട്ട് ഇരിപ്പുണ്ട്. അച്ഛൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിനക്ക് പെങ്ങന്മാരും വല്ലവരും ഉണ്ടോ? ഞാൻ ഒറ്റ മോനാ. അവിടെ വേലക്കാരി ഉണ്ടോ? തെറ്റിദ്ധരിക്കല്ലേ, അവന്റെ ജാതകത്തിൽ ഒരു ഒളിച്ചോട്ടം പറഞ്ഞിട്ടുണ്ടേ. ഇവിടെ പെണ്ണുങ്ങളാരും ഇല്ല, ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ കുറച്ചു ദിവസം അടിച്ച് പൊളിക്കാൻ പോവാ. അടിച്ചു പൊളിക്കാനോ? നീ അവന്റെ ഫോൺ കൊടുത്തേ. കൊടുത്തേ. ഹലോ. തൽക്കാലം നീ മാറുന്നത് നന്നായി. പക്ഷേ അവന്റെ കൂടെ അടിക്കാനും പൊളിക്കാനും ഒന്നും നടക്കണ്ട. നിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞേ. അഡ്രസ് ഹൗസ് നമ്പർ 33 6th Avenue, ഗൗഡ സ്ട്രീറ്റ്, ബാംഗ്ലൂരാ. എന്നാ എന്റെ പൊന്നുമോൻ ഫോൺ വെച്ചോ. വെറുതെ അവനെ തെറ്റിദ്ധരിച്ചു. പക്ഷേ അവനോട് ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞപ്പോ പേടി കൂടി.
അവന്റെ കൂട്ടുകാരൻ അടിച്ചുപൊളിക്കാരനാ. നമ്മുടെ മോൻ വഴിതെറ്റാൻ ആ കൂട്ടുകാരൻ ഒരുത്തം മതി. നാടും വീടും വിട്ട് ശീലമില്ലാത്ത കുട്ടിയാ. ബാംഗ്ലൂരിലെ നമ്മുടെ മേനോനെ ഒന്ന് വിവരം അറിയിച്ചാലോ? മേനോന്റെ ഒരു കണ്ണുണ്ടാവും. കണ്ണു മാത്രമാക്കണ്ട, അവൻ ഇനി മേനോന്റെ വീട്ടിൽ താമസിച്ചാ മതി. അവിടെ ഒരു പെൺകുട്ടിയില്ലേ? ഉണ്ട്, മേനോന് ഒറ്റ മോളാ. അവിടെ താമസിച്ച അങ്ങനെ വല്ലതും സംഭവിച്ചാ എനിക്ക് സന്തോഷായിടി. മേനോൻ എനിക്ക് സൂചിപ്പിച്ചിട്ടുള്ളതാ. അവര് തമ്മിൽ ഇഷ്ടപ്പെട്ട ബാംഗ്ലൂർ വെച്ച് കെട്ട്. അത് കേട്ട് ഞെട്ടി ആ ഉണ്ണിത്താൻ മേലോട്ട് നോക്കി വായും പൊളിച്ച് നിൽക്കുന്നത് എനിക്കൊന്ന് കാണണോടി. എന്നാ സമയങ്ങളുടെ മേനെ വിളിക്ക്.